മധുമുന്നപ്രയുടെ ഫേവറേറ്റ് ഐറ്റം എന്ന് പറയുന്നത് വി.ഡി. രാജപ്പന്റെ പരിപാടിയാണ്. അതെ, വി.ഡി. രാജപ്പൻ സാറിന്റെ കഥാപ്രസംഗങ്ങൾ, മിമിക്രി കൂടാതെ അദ്ദേഹത്തിന്റെ കഥാപ്രസംഗങ്ങൾ, ചികയുന്ന സുന്ദരി അമിട്ടും ഒക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ എന്താ പറയുക, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കോട് എനിക്ക് സന്തോഷമുണ്ട്. രാജപ്പൻ സാർ മൂലമാണ് ഈ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ എനിക്ക് പോകാൻ സാധിച്ചത്. മിമിക്രി രാജപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വി.ഡി. രാജപ്പൻ കേട്ടിട്ടുണ്ട്. വി.ഡി. രാജപ്പന്റെ കഥാപ്രസംഗം ഇഷ്ടമാണോ? രാജപ്പൻ സാറിന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു പാട്ടുണ്ടല്ലോ, കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ, എല്ലുവലിച്ചൂരരുതേ നാട്ടാരേ, അയ്യോ കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ, തബലകൾ കിഴിയും ഹാർമോണി തകരും, തബലകൾ കിഴിയും ഹാർമോണി തകരും, അയ്യോ എൻ്റെ ഗിറ്റാർ ഒടിക്കരുതേ, കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ, എല്ലുവലിച്ചൂരരുതേ നാട്ടാരേ, അയ്യോ കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ, കപ്പക്കിട വഴി കമുകിന്നിട വഴി ഓടുമേ ഞാൻ ചാടുമേ, ഒറ്റ കുതിപ്പിന് വേലികളൊക്കെ ചാടുമേ ഞാൻ ചാടുമേ, പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ, പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ, കഥകളി പല വഴി കുമളിയിൽ അതുവഴി സകലതും പറയുമേ സൂര്യനും നെല്ലിയുമേ, എൻ്റെ എൻ്റെ കഥ പുതിയ കഥ, ആവി കൊണ്ട് പുകഞ്ഞിരിക്കുന്ന നാട്ടുകാരി, കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ, വലിച്ചൂരരുതേ നാട്ടാരേ, അയ്യോ കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ. നമ്മുടെ പുതിയ തലമുറയിലെ പിള്ളേർക്ക് ഈ വി.ഡി. രാജപ്പൻ അറിയോ? കേട്ടിട്ടുണ്ടോ? ഇല്ല സർ, കേട്ടിട്ടില്ല. ഓക്കെ. അതായത് ഈ മമ്മൂട്ടി മോഹൻലാലിനൊക്കെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ രാജപ്പൻ സാറാണ് പക്ഷിമൃഗാദികളെ നായകന്മാരാക്കിക്കൊണ്ട് കഥ പറഞ്ഞ് എന്താ പറയുക, മനുഷ്യരാന്ന് നമുക്ക് തോന്നിക്കുന്ന വിധത്തിൽ കഥ പറഞ്ഞിട്ടുള്ളത് രാജപ്പൻ സാറാണ്. ഇപ്പം തന്നെ രണ്ട് പട്ടികൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ രാജപ്പൻ സാറ് പാടിയ പാട്ടുണ്ട്, അതെന്നറിയോ? രണ്ടു നാൽക്കാലികൾ കണ്ടുമുട്ടി പട്ടിത്താനം കുന്നിൻ്റെ താഴ്വരയിൽ, അടുത്തപ്പോൾ അവർക്കൽപ്പം ലജ്ജ തോന്നി, ഇരുവരും വാലാട്ടി നോക്കി നിന്നു, രണ്ടു നാൽക്കാലികൾ കണ്ടുമുട്ടി. നീർക്കോലിയും തവളയും തമ്മിൽ പ്രേമിക്കുന്ന എൻ്റെ അരുൺ സാർ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? രാജപ്പൻ സാറാ. കരപ്പുഴത്തോട്ടിൽ ഒരു നല്ല നിലാവുള്ള രാവിൽ, പണ്ടൊരു നീർക്കോലി പിണ്ടിയിൽ വന്നൊരു പെണ്ണിനെ കണ്ടു കൺമുന കൊണ്ടു, ആറ്റിൻകരയിൽ അരനീര് വെള്ളത്തിൽ നീരാട്ടിനെത്തിയ തവള, ഒരു മാറുമറയ്ക്കാത്ത തവള, നീർക്കോലിയെ കണ്ടു നാണിച്ചു നിന്നു താഴമ്പൂ പോലൊരു തവള, കണ്ണിൽ കാമ വലയുള്ള തവള. ഇങ്ങനെയുള്ള ഈ പക്ഷിമൃഗാദികളെ വെച്ചു ഈ കോഴികളുടെ വിപ്ലവഗാനുണ്ട് സാറേ. മനുഷ്യർക്ക് മാത്രമല്ല കോഴികൾക്ക് വിപ്ലവഗാനം ഉണ്ടെന്ന് കണ്ടുപിടിച്ച രാജപ്പൻ സാറാ. ചികയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, പുലർച്ചയ്ക്ക് കൂവാൻ മനസ്സില്ല, ജനകോടികളുടെ കൺമുന്നിൽ ഇനി മോട്ടയിടാനായി മനസ്സില്ല, ഇനി മോട്ടയിടാനായി മനസ്സില്ല, കോഴികൾ ഞങ്ങളുടെ മോട്ട കഴിച്ചു തടിച്ചു കൊഴുത്തൊരു മാനവരെ, കോഴികൾ ഞങ്ങളുടെ മോട്ട കഴിച്ചു തടിച്ചു കൊഴുത്തൊരു മാനവരെ, ഇനി മോട്ടകൾ ഇടത്തില്ല, ഇനി ഞാൻ മോട്ടയിടത്തില്ല, വരുന്നു ഞങ്ങൾ മോട്ടതീനികളെ വരുന്നു ഞങ്ങൾ, തികയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ഇല്ല പുലർച്ചയ്ക്ക് കൂവാൻ മനസ്സില്ല, ഇല്ല ജനകോടികളുടെ കൺമുന്നിൽ ഇനി മോട്ടയിടാനായി മനസ്സില്ല. ഒരു പാട്ട് കേൾക്കണം. ഊത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ, ഇത്താക്ക് ചേട്ടൻ തന്ന പൊട്ടു വേണോ, ഊത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ, ഇത്താക്ക് ചേട്ടൻ തന്ന പൊട്ടു വേണോ, കദളി പഴവും ചേർത്ത് കടല പരിപ്പും ചേർത്ത് തിന്നിടം പാൽ പായസം, അതിന് പെണ്ണെ അവേണെ തിന്നി, അതിന് പെണ്ണെ അവേണെ തിന്നി, ഊത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ,
ഈ താക്ക ചേട്ടൻ തന്ന പൂട്ടു വേണോ, പൂത്തപ്പം വേണോ, വെണ്ണ ബോണ്ട വേണോ, ഈ താക്ക ചേട്ടൻ തന്ന പൂട്ടു വേണോ. മധുചേട്ടൻ്റെ ഈ പ്രകടനത്തിലൂടെയൊക്കെയാണ് ഒരു കാലത്തെ കലാകാരന്മാരെ നമ്മൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ കുട്ടികൾക്ക് പലർക്കും ആ കഥാപ്രസംഗം ഒന്നും കേട്ടിട്ടില്ല അവര് കേൾക്കണം. അതെ, ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ കാര്യമായി ഞങ്ങൾ മിസ് ചെയ്തിരുന്നു. അതാണ് കേട്ടോ, ഗ്രേറ്റ്. കാര്യമായി എന്തോ ആ കാലത്ത് അവർ മിസ് ചെയ്തു. രായപ്പ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ പാരഡിയാണ് പാടുന്നെങ്കിലും അതൊരു ക്ലാസിക്കാണ് സാർ. ഇപ്പൊ തന്നെ ചികയുമോ കരളെ ഇനി നീ നാട്ടിൽ ഏകാകിനിയായി ചികയുമോ, എനിക്കെന്റെ കാലും വയ്യ, ചികയുന്ന വിരലും വയ്യ, ഉടലിന്റെ വെയിറ്റും താങ്ങി നിവർന്നൊന്നു നിൽക്കാൻ വയ്യ, വയറിന്റെ വിശപ്പു നീ ചികഞ്ഞു മാറ്റൂ. വാ,